പയ്യന്റെ പേര് അജയ്. വലിയ പൈസക്കാരനാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് ശ്രീധരൻ തന്ന് കിട്ടിക്കോളാം. മഹാഭാഗ്യമാണ് സാർ, മഹാഭാഗ്യം. എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്ക്. അവനീ പയ്യനെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ എന്റെ കാര്യം എങ്ങനെയാ? അവനാരാ? നിന്നെക്കാളും മുമ്പ് പെണ്ണ് കാണാൻ വരേണ്ടവനായിരുന്നു ബ്രോ. വാട്ട്? നിന്റെ സിസ്റ്ററിന്റെ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ നടത്തി തരാൻ പറഞ്ഞപ്പോ ശരിയെന്നല്ലേ പറഞ്ഞേ? എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപയും വാങ്ങി. എന്നിട്ട് ഇതെന്താ? അത് പിന്നെ ഹലോ, നിങ്ങൾക്ക് ഇതിനെ ഉറപ്പിക്കാനാണെങ്കിൽ ഞാൻ വെറും പോത്തായി പോകൂലേ? നിന്റെ ഭാര്യയുടെ ഉടപ്പറന്നവൾ എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞ് എന്റെ 50,000 രൂപയാണ് നീ കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പൊ കിടന്ന് നാടകം കളിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപയാ വാങ്ങിയത്. എന്താടാ നീ തമാശ കളിക്കുന്ന? നിക്ക് സാർ. എല്ലാവരും ചെറുതിനെ കൺഫ്യൂഷൻ ആക്കല്ലേ. നടന്നൊക്കെ വിട്ടേക്ക്. നടക്കേണ്ടത് ഞാൻ പറയാം, അത് കേക്ക്. നിങ്ങളിൽ ആരാണോ കൂടുതൽ സ്ത്രീധനം ഇങ്ങോട്ട് തരുന്നത് അവർക്ക് എന്റെ സഹോദരിയെ കല്യാണം കഴിച്ചു തരാം. ഞാൻ 1,00,000 തരാം. നടക്കില്ല. ഞാൻ 2 ലക്ഷം തരാടാ. 2 മതിയാവില്ല. 5 ലക്ഷം തരാം ഞാൻ. എന്റെ സിസ്റ്ററിന്റെ സൗന്ദര്യത്തിന് മുഴുവൻ സമ്പാദ്യവും തന്നാലും അത് കുറവാ. അവസാനമായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആരാണോ എനിക്ക് 50 ലക്ഷം രൂപ തരുന്നത് അവർക്കാണ് എന്റെ സഹോദരി. ഇനി ആരെങ്കിലും ഇവിടെ ഒരു അക്ഷരം സംസാരിച്ചോ ഇത് നിന്റെ കഴുത്തിൽ ഞാൻ ഇറക്കും. ഇനി ഒരു നിമിഷം നീയൊക്കെ എന്റെ വീട്ടിൽ നിന്ന ആദ്യം നിങ്ങളെ കൊന്നിട്ട് പിന്നെ ഞാൻ കൊല്ലാൻ പോകുന്ന എന്റെ ഭർത്താവിനെ ആയിരിക്കും. എടാ നരസിംഹം, ഞങ്ങളുടെ പൈസ എങ്ങാനും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നീ കരുതിയിരുന്നോ കേട്ടോ. അതില്ലേ അത് ഞാനിപ്പോ പെണ്ണ് കാണൽ എന്ന പേരില് എന്റെ ഭർത്താവ് നിന്നെ വിൽക്കാൻ വെക്കുന്ന പാവയെ പോലെ വില വേശിയല്ലോ. എന്താടി, എന്താ നീ അപ്പൊ ഒന്നും മിണ്ടാതിരുന്നേ? നിങ്ങൾക്ക് വേണ്ടിയാ ചേച്ചി എനിക്കൊരു നല്ല ജീവിതം ലഭിക്കണമെന്ന് കരുതി നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് സമ്മതിച്ചു എന്നല്ലാതെ എന്റെ മനസ്സ് ഇതിനെ ഇനിയും അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ വരുന്നതിനുള്ളില് ബഹളം വെച്ച് പറഞ്ഞയച്ചിരുന്നെങ്കില് എന്റെ അനിയത്തെ തിരക്ക് കൂട്ടിയിട്ടാ, അതുമല്ലെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു എന്നുള്ളൊരു ആലോചന ചേച്ചിക്ക് ഒരു പക്ഷെ അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് ഞാനൊന്നും പറയാഞ്ഞത്. അളിയൻ കൊണ്ടുവരുന്ന ആലോചന എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നേരത്തെ ഊഹിച്ചതായിരുന്നു ചേച്ചി. ഊഹിച്ചിരുന്നതാ ചേച്ചി.
മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കാവനി, വാതില് തുറക്കാവനി. ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവനി വാതില് തുറക്ക്. ചെറിയമ്മേ, കതക് തുറക്ക്, കതക് തുറക്കാവനി. ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് നിങ്ങൾ പേടിച്ചു പോയോ? നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ പോകാനാ ചേച്ചി. ഓഫീസിലേക്ക് പോ സമയേ, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഹായ്. ഹായ്. അവനി, അവനി, ബോസ് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? സ്പെഷ്യൽ ടൂർ ആണത്രേ. അതെയോ? എങ്ങോട്ടാ? നീ വന്നിട്ട് പറയാന്നാ പറഞ്ഞത്. വന്നേ. ഒരു പ്രോബ്ലം വരാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സാർ. ഗുഡ്. എക്സ്ക്യൂസ് മീ സർ. വാ അവനി. ഇരിക്കൂ. നീയും ഡ്രൈവർ കാശിയും റെഡിയായി നിന്നോ? ഓക്കെ സാർ. എന്തോ ടൂറിനെ പറ്റി പറഞ്ഞു. ലോങ് ഒന്നുമല്ല, നാഗാർജുന സാഗർ വരെയാ. നമ്മളുടെ ഫൈനാൻസിയേഴ്സിൽ ഒരാളുടെ മകൻ സുരേന്ദ്രൻ US-ൽ നിന്ന് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ സാഗറും അടുത്തുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ ഒന്ന് കാണണമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പാക്കേജ് നമ്മുടെ ട്രാവൽസിന് കിട്ടിയത് ഭയങ്കര ലക്കാ. നീ അവർക്ക് ഗൈഡായി പോവുകയാണെങ്കിൽ അവർക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ കഴിയും. ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടായാൽ അത് നമുക്കും ഗുണമല്ലേ? സോ നീയും ഗീതയും വേഗം തന്നെ പുറപ്പെട്ടോളൂ. നിങ്ങളുടെ കൂടെ മാനേജർ സുബുവും ഡ്രൈവർ കാശിയും ഉണ്ടാവും. ഓക്കെ അല്ലേ? നേരത്തെ പറഞ്ഞൂടായിരുന്നു സർ. സഡൻ ആയിട്ട് ഔട്ട്ഡോർ എന്ന് പറയുമ്പോ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ആ ഓപ്പർച്യൂണിറ്റി വേറെ ആരെങ്കിലും കൊണ്ടുപോകും. ചേച്ചി ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരേടി. ഓക്കെ പറ. അതല്ല, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഞങ്ങൾ പോവാൻ സർ. ഈ ട്രിപ്പ് അവർക്ക് നല്ലൊരു മെമ്മറിയായി ഓർമ്മയിൽ നിൽക്കണം. അവനെയാണ് ഗൈഡെങ്കിൽ ആരാണെങ്കിലും ശരി, ലൈഫ് ലോങ് ഓർമ്മയിലുണ്ടാവും. ഒരു കാര്യം കൂടെ, സുരേന്ദ്രൻ അയാളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മുടെ വണ്ടി തന്നെയാ വരുന്നത്. അതെന്തിനാ സർ അവരെല്ലാവരും നമ്മുടെ വണ്ടിയിൽ വരുന്നത്? എന്തിനാ? സുരേന്ദ്രൻ സാർ അങ്ങനെയാ പ്ലാൻ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി അവര് ഗസ്റ്റ് ഹൗസിനടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വാ അവനെ. അവനി, ഈ ടൂർ പ്രോഗ്രാമിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എത്ര റെസ്പെക്റ്റോടെയാണോ കൊണ്ടുപോകുന്നത് അത്രയും റെസ്പെക്റ്റോടെ തിരിച്ചു കൊണ്ടുവരണം. ആ റെസ്പോൺസിബിലിറ്റി നിനക്കാണ്. നിങ്ങൾക്ക് ഒരു ചീത്തപ്പേരും ഉണ്ടാവില്ല സർ. അയ്യോ, സഡൻ ആയിട്ട് പറഞ്ഞതിന് ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആവാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് നടക്ക്. നമുക്കിറങ്ങാലോ? വരൂ. വാ.
സ്വന്തം വണ്ടിയിൽ പോവാതെ ട്രാവൽസ് വണ്ടി തിരഞ്ഞെടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. സുരേന്ദ്രൻ ഫിക്സ് ചെയ്താൽ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ട്രാവൽസ് ഇത് വരുന്നത് മെയിൽ ഗൈഡ് ആയിരിക്കോ അതോ ഫീമെയിൽ ഗൈഡ് ആയിരിക്കോ? ആരാണെങ്കിലും എന്താടാ, പെൺകുട്ടിയാണെങ്കിൽ ട്രിപ്പ് കളർഫുൾ ആയിരിക്കോടാ. സുരേന്ദ്രന് ഇഷ്ടമായ അവൻ ട്രാപ്പിലാക്കുകയും ചെയ്യും. മൈ ഗോഡ്, ഹലോ ഹലോ, ഒന്ന് നോക്കണേ. ഹലോ, വണ്ടി നിർത്ത്. ഒന്ന് നിർത്ത്. ഇതെന്ത് വണ്ടാ, ഞാൻ ആഗ്രഹിച്ച പോലെ ഇന്ന് ഇവിടെ കണ്ടതെന്താ? സോ ഞങ്ങളുടെ മീറ്റിംഗ് ആക്സിഡന്റ് അല്ല, ഞങ്ങൾക്കിടയിൽ ശരിക്കും എന്തോ ബോണ്ടിങ് ഉണ്ട്. എനിക്ക് അവളെ മീറ്റ് ചെയ്യണം. ട്രാവൽ ഏജൻസി വെഹിക്കിൾ, ഈ നമ്പർ ത്രൂ അവളെ കുറിച്ച് മനസ്സിലാക്കണം. യെസ്. പറയൂ സർ. അതെ, പുറപ്പെട്ടു സർ. ബട്ട് പെട്ടെന്നൊരിടത്ത് ഞാൻ സ്റ്റക്കായി പോയി. ശരി സർ, ഞാൻ നോക്കിക്കോളാം. ബൈ. ഡ്യൂട്ടി ഫസ്റ്റ്. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. മാനേജർ സുബുവാണ് സാർ. എല്ലാവരും എത്തിയിട്ടുണ്ട്. സുരേന്ദ്ര സാർ വന്നാൽ പുറപ്പെടാം. വിളിക്കടാ. സുരേന്ദ്ര, ട്രാവൽസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. കം ഫാസ്റ്റ്.
നമസ്തേ സാർ. ഷാൽ വി മൂവ്? 1 മിനിറ്റ് സാർ. ഞങ്ങളുടെ ഗൈഡിനെ ഞാൻ പരിചയപ്പെടുത്താം. ആവനി, പ്ലീസ് കം. ഡാ ഫീമെയിൽ ഗൈഡാടാ. സർ, ഷീ ഈസ് ആവനി. നമ്മുടെ സിറ്റിയിലുള്ള ടോപ്പ് 10 ഗൈഡുകളിൽ നമ്പർ 1 ഗൈഡാണ്. ഓ നൈസ്. ആവനി, സുരേന്ദ്രൻ സാർ. ഹായ് ആവനി. നമസ്കാരം സർ. ഇറ്റ്സ് ഓക്കെ. നിങ്ങളെപ്പോലെ ധനികരായിട്ടുള്ളവർ എന്റർടൈൻമെന്റിന് വേണ്ടി എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റുന്നവരാ. നിങ്ങൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യ. പോകാമോ സർ? വരൂ സാർ. ആ യാ. ഡാ ആ പെണ്ണ് കൊള്ളാല്ലടാ. നമ്മുടെ ചെക്കിന് ഇതിനേലും സൗന്ദര്യമുള്ളവരെയൊക്കെ കണ്ടതാടാ. ആ സൗന്ദര്യം ഒന്നുമല്ലടാ, ഇതല്ലേ സൗന്ദര്യം. നിന്റെ കണ്ണ് പതിഞ്ഞാ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആ ആവനി എന്റെ സ്വന്തം ആവണം. സ്വന്തമാക്കിക്കോളാം ഞാൻ. ഹലോ സർ, ഐ ആം ഗീത. ഞാനും നിങ്ങളുടെ ഗൈഡാണ്. അവനിയുടെ കൂടെ വരുന്നത് ഞാനാ. ഇറ്റ്സ് ഓക്കെ. വരൂ സാർ.